ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹോട്ട് ആൻഡ് സ്വീറ്റ് ലൈം ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ കുറച്ച് എരിവും പുള്ളിയും മധുരവും ചെറിയൊരു കൈപ്പൊക്കയും കൂടെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി പിക്കിളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ നാരങ്ങയും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം മാറ്റിയിട്ട് ചെറിയ ചെറിയ ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു 8-9 ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളിയും 2 ടീസ്പൂണോളം വെളുത്തുള്ളിയും 2 ടീസ്പൂണോളം ഇഞ്ചിയും കുറച്ച് കാന്താരിമുളകും ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളക് കൂടെ എടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് നല്ലോണം വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെയും ചേർത്തിട്ട് 2-3 വറ്റൽമുളക് നടുവെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്ഷനിലാട്ടോ, ചേർക്കണം നിർബന്ധമൊന്നുമില്ല അച്ചാറിടുമ്പോൾ, പക്ഷെ ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ മിക്സിയിലിട്ട് ചെറുതായിട്ട് നരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കാന്താരിമുളകും ഇല്ലേ, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിതിൽ അച്ചാർ പൊടി ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ, കടുകും ഉലുവയും കൂടെ അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് പിടിക്കാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡേറ്റ്സ് എന്തോരം ഉണ്ടോ അത്രയും നല്ലതാട്ടോ, അത്രയും മധുരം കൂടുതലുണ്ടാവും. മാക്സിമം നല്ല ഡേറ്റ്സ് തന്നെ നോക്കിയെടുക്കണം അച്ചാറിടുമ്പോൾ. പിന്നെ വേണ്ടത് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം നാരങ്ങ പുഴുങ്ങിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറായാലും ഇച്ചിരി ഉപ്പ് കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ വിനീഗറൊക്കെ ഒഴിക്കുമ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം പിടിക്കാനായിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്തായിരുന്നു, പക്ഷേ അതെന്നിട്ട് പാകമല്ലാന്ന് തോന്നി. ഇപ്പോൾ വീണ്ടും ഒരു 5 ടേബിൾ സ്പൂൺ വിനീഗറോടെ ചേർത്തു. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 10 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. ആ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് സ്വീറ്റ് ലൈം ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിക്കിൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയും ചെയ്യാം. പിന്നെ ഇത് അപ്പം തന്നെ ഉപയോഗിക്കരുത് കേട്ടോ, ഒരു 5-10 ദിവസത്തോടെ കഴിഞ്ഞെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ.